കോൺഗ്രസ് മുഖ്യമന്ത്രിയെ ചൊല്ലി സൈബർ പോര് കടുക്കുമ്പോൾ അധിക്ഷേപ പരാമർശങ്ങൾ പരിശോധിക്കാൻ KPCC റോജി എം ജോണിനെ അധിക്ഷേപിക്കാൻ ആഹ്വാനം വന്ന ഇലക്ഷൻ 2026 VDS എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ വിമല ബിനുവിനെതിരെ നടപടിയെടുത്തേക്കും. KPCC ഡിജിറ്റൽ മീഡിയ സെൽ കോർഡിനേറ്ററാണ് വിമല ബിനു. കെ സുധാകരനെ അധിക്ഷേപിച്ച് വിമല ബിനുവിന്റെ സന്ദേശവും പുറത്തുവന്നിരുന്നു. അതേസമയം മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഘടകകക്ഷികളുടെ പിന്തുണ ഉറപ്പിക്കാൻ നേതാക്കൾ അണിയറയിൽ നീക്കം സജീവമാക്കിയിട്ടുണ്ട്. റോഷിപാൽ നൽകും വിശദാംശങ്ങൾ. റോഷിപാൽ, ഈ കോൺഗ്രസിനകത്ത് ഇത്തരം ചർച്ചകളും തർക്കങ്ങളും ഒക്കെ നമ്മൾ മുൻപും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതിപ്പോൾ പതിവ് രീതി വിട്ട് പുതിയ തലത്തിലേക്കൊക്കെ കടന്നിരിക്കുകയാണ്. സൈബർ മേഖലയിൽ എത്രത്തോളം എങ്ങനെ ഉപയോഗിക്കാമെന്ന തരത്തിലൊക്കെ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ KPCCയുടെ നീക്കം എന്താണ് ഇനി? ശ്രുതി ആര്യ, കോൺഗ്രസ് നേതൃത്വം വളരെ കൃത്യമായി ഇത് നിയന്ത്രിക്കാനുള്ള ആലോചന നടത്തിയതാണ്. പക്ഷേ ഇപ്പോഴും ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി ചർച്ച നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല. അത് KPCCക്കോ മറ്റു നേതാക്കൾക്കോ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ചർച്ചകൾ ആദ്യഘട്ടത്തിൽ അത് ചർച്ചയായിരുന്നെങ്കിൽ പിന്നീട് അത് സാമൂഹ്യ മാധ്യമത്തിലെ പോരിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നീ 3 നേതാക്കൾക്ക് വേണ്ടിയാണ് അനുയായികൾ സൈബർ ഇടത്തിൽ പോരടിക്കുന്നത്. ഇവരിൽ 3 പേരും മുഖ്യമന്ത്രി പദത്തിന് യോഗ്യരാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന നിരവധി പ്രചാരങ്ങൾ, അത് വീഡിയോകളാവട്ടെ മറ്റ് ചിത്രങ്ങളാകട്ടെ, എല്ലാം പ്രചരിപ്പിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ്. ഇത് പ്രതിസന്ധി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്നുണ്ട്. ഏതായാലും അതിനിടയിലാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, അത് ഇലക്ഷൻ 2026 VDS എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ റോജി എം ജോൺ KC വേണുഗോപാലിനെ പിന്തുണച്ച് ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിന് താഴെ രൂക്ഷമായ വിമർശനങ്ങളും അധിക്ഷേപങ്ങളും ചൊരിയണമെന്ന നിർദ്ദേശം ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാകുന്നത്. അത് KPCCയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ സംസ്ഥാന കോർഡിനേറ്റർ കൂടി അംഗമായ അഡ്മിനായ വാട്സപ്പാണ്. അവരാണ് വിമല ബിനുവാണ് അതിന്റെ അഡ്മിനുകളിൽ ഒരാൾ. അങ്ങനെയുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇങ്ങനെ ഒരു ആഹ്വാനം വന്നത്. അതേ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ വിമല ബിനു, കെ സുധാകരൻ KC വേണുഗോപാലിനെ പിന്തുണച്ച് രംഗത്തെത്തിയപ്പോൾ രൂക്ഷമായ അധിക്ഷേപം ചൊരിയുന്ന ഒരു സ്ക്രീൻഷോട്ടും പ്രചരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളിലാണ് KPCC ഒരു അന്വേഷണത്തിനും നടപടിക്കും ആലോചിക്കുന്നത്. KPCC ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിൽ നിന്നും വിമല ബിനുവിനെതിരെ നടപടിയെടുത്തേക്ക് ഒരുപക്ഷെ പുറത്താക്കുമെന്ന സൂചനകൾ വരുന്നുണ്ട്. സംഭവത്തിൽ അന്വേഷണവും ഉണ്ടാകും. കാരണം ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ അനുയായികളും ഒപ്പം തന്നെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടെന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അത് അതീവ ഗൗരവമായി തന്നെയാണ് KPCC നേതൃത്വം എടുക്കുന്നത്. ഈ വിഷയം പരാതിയായി എത്താനുള്ള സാധ്യതയുമുണ്ട്. നടപടി എന്തായാലും ഉണ്ടാകുമെന്ന സൂചന ഇതിനോടകം പുറത്തു വന്നു. ഇതിനോടൊപ്പം തന്നെ നേരത്തെ വ്യാജ പ്രൊഫൈലുകളിൽ നിന്നും നേതാക്കളെ അധിക്ഷേപിക്കുന്ന, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളെ പരസ്യമായി അധിക്ഷേപിക്കുന്ന കമന്റുകൾക്കെതിരെ KPCC സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. 90 വ്യാജ ഫേസ്ബുക്ക് പ്രൊഫൈലുകളുടെ മേൽവിലാസം ഉൾപ്പെടെ പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുണ്ട്. പക്ഷേ ആ പരാതിയിൽ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. അങ്ങനെ ഈ തർക്കങ്ങളൊക്കെ അത് സാമൂഹ്യ മാധ്യമത്തിൽ അധിക്ഷേപങ്ങൾ ചൊരിയുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പരസ്പരം നേതാക്കളെ ചെളിവാരി എറിഞ്ഞുകൊണ്ടുള്ള കമന്റുകളും ഒപ്പം പോസ്റ്റുകളും ഒക്കെ പ്രചരിക്കുന്നുണ്ട്. ഓക്കെ, വ്യക്തമാണ്. എന്തായാലും ഫലം വരാൻ മെയ് 4 വരെ കാത്തിരിക്കണമെങ്കിലും മുഖ്യമന്ത്രി ചർച്ചകൾ, തിരക്കിട്ട ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൽ എന്നുള്ളതാണ്. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.